ഓസ്ട്രേലിയക്കാരുടെ ആജന്മ ശത്രുക്കളാണ് മുയലുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നമുക്ക് നോക്കാം. ഒരുപക്ഷെ മുയലിനെ കുറിച്ച് നമ്മൾ ആദ്യമായി കേട്ട കഥ ആമയുമായി ഓട്ടമത്സരത്തിനിറങ്ങി തോറ്റുപോയ അഹങ്കാരിയായ മുയലിൻ്റെതായിരിക്കാം. എന്നാൽ ഒരു രാജ്യത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ മറ്റൊരു കഥ കൂടിയുണ്ട് മുയലുകളുമായി ബന്ധപ്പെട്ട്. ഇതിനെ കഥയെന്ന് വിശേഷിപ്പിക്കാനാകില്ല, കാരണം യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണിത്. വെറും 24 കാട്ടുമുയലുകൾ ചേർന്ന് ഓസ്ട്രേലിയ എന്ന രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ച സംഭവം. ആ സംഭവം കഴിഞ്ഞിട്ട് വർഷങ്ങളേറെയായെങ്കിലും ഇന്ന് മുയലുകളെന്ന് കേട്ടാൽ ആ നാട്ടുകാർ ഒന്ന് ഭയക്കും. ഒരു രാജ്യത്തെ കാട്ടുമുയലുകൾ ഭയപ്പെടുത്തിയ ആ സംഭവത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നാഷണൽ അക്കാദമി ഓഫ് സയൻസിൽ നടന്ന പുതിയ പഠനം ആ മുയൽ പ്രതിസന്ധിയുടെ കാരണങ്ങളാണ് അടയാളപ്പെടുത്തുന്നത്. ബ്രിട്ടീഷുകാരനായ ഒരാൾ മെൽബണിലെ തൻ്റെ ഫാമിലേക്ക് കൊണ്ടുവന്ന 24 ബ്രിട്ടീഷ് കാട്ടുമുയലുകളാണ് ഇവിടെ പ്രതിസന്ധി സൃഷ്ടിച്ചതെന്നാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഗവേഷകനായ ജോയൽ ആൽപ്സും സംഘവും നിരവധി രേഖകൾ പരിശോധിച്ച ശേഷം കണ്ടെത്തിയത്. ബ്രിട്ടനിൽ നിന്നെത്തിയ ഈ കാട്ടുമുയലുകൾ ഓസ്ട്രേലിയൻ മണ്ണിൽ അധിനിവേശ ജനുസുകളായിരുന്നു. മറ്റ് പല അധിനിവേശ ജനുസുകളെയും പോലെ ഓസ്ട്രേലിയയിലെത്തിയ ഈ കാട്ടുമുയലുകളെയും നേരിട്ടത് സവിശേഷമായ സാഹചര്യമാണ്. അതിനെ തിന്നാൻ അവിടെ ഒരു ജീവിയും ഉണ്ടായിരുന്നില്ല. അവയെ ഇരകളാക്കാൻ മൃഗങ്ങളില്ലാത്ത സാഹചര്യത്തിൽ അവ പെറ്റുപെരുകുകയായിരുന്നു. ആദിമനിവാസികളെ കൊന്നും കീഴ്പ്പെടുത്തിയും ഭയപ്പെടുത്തിയും ആട്ടിയോടിച്ചും അവരുടെ ഭൂമി മുഴുവൻ കൈക്കലാക്കുകയാണ് യൂറോപ്യന്മാർ ഓസ്ട്രേലിയ കീഴടക്കിയപ്പോൾ ആദ്യം ചെയ്തത്. യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയയുടെ ഭൂഖണ്ഡ വിസ്തൃതിയിൽ യൂറോപ്യന്മാർ മതിമറന്നുപോയി എന്ന് തന്നെ വേണം പറയാൻ. യൂറോപ്പിനെ അവിടേക്ക് പറിച്ചു നടാൻ തന്നെയായിരുന്നു അവരുടെ ശ്രമം. അതിനായി കൃഷിയും വ്യവസായങ്ങളും ആരംഭിച്ചു. ഓസ്ട്രേലിയൻ മണ്ണിൽ കൃഷി ചെയ്യാനായി വ്യാപകമായി യൂറോപ്യന്മാർ അവിടേക്കെത്തി. അത്തരത്തിൽ കൃഷി ചെയ്യാനായി എത്തിയ ഒരു യൂറോപ്യനായിരുന്നു തോമസ് ഓസ്റ്റിൻ എന്ന കൃഷിക്കാരൻ. 1859 ഇയാൾ ഓസ്ട്രേലിയയിലെത്തുന്നത്. അവിടെ ഏക്കർ കണക്കിന് കൃഷിഭൂമി സ്വന്തമാക്കിയ അയാൾ വിശ്രമവേളകളിലെ വിനോദത്തിൽ വേട്ടയാടി രസിക്കാൻ 24 കാട്ടുമുയലുകളെ തൻ്റെ കൃഷിയിടത്തിൽ കൊണ്ടുവന്നു വിട്ടു. ആ ഭൂമിയിൽ അവയെ ബാധിക്കുന്ന ഒരു രോഗാണുക്കൾ പോലും ഉണ്ടായിരുന്നില്ല. കൂടാതെ പ്രകൃതിയിലുള്ള ഇരപിടിയന്മാരുടെ ഭീഷണിയും ഉണ്ടായിരുന്നില്ല. പിന്നീട് സംഭവിച്ചത് ഒരു സിനിമാ കഥയെ വെല്ലുന്ന കാര്യങ്ങളാണ്. ആ മുയലുകൾ അവിടെ പെറ്റുപെരുകി. 1 വർഷം കൊണ്ട് അവ ഓസ്റ്റിൻ്റെ കൃഷിഭൂമിയിലെ മുഴുവൻ പച്ചപ്പും തിന്നു തീർത്തു. ഒരു മുയൽ പ്രളയമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അവസ്ഥയിലേക്ക് നാടെത്തി. കൃഷിഭൂമികൾ സർവ്വതും അവ തിന്നു തീർത്തു. 1 വർഷം 15 കിലോമീറ്റർ എന്ന തോതിൽ മുയൽപ്പട വളർന്നുകൊണ്ടേയിരുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ 30 വർഷം കൊണ്ട് ഓസ്ട്രേലിയയുടെ ഒരു ഭൂപ്രദേശം മുഴുവൻ ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത തരിശുനിലങ്ങളായി മാറി. 1920 ആയപ്പോഴേക്കും ഓസ്ട്രേലിയയിലെ കാട്ടുമുയലുകളുടെ എണ്ണം 1000 കോടി കവിഞ്ഞു. പടിഞ്ഞാറൻ ഭാഗത്ത് അവശേഷിക്കുന്ന കൃഷിഭൂമികളെങ്കിലും സംരക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ വർഷങ്ങളെടുത്തു പണിതീർത്തതാണ് റാബിറ്റ് പ്രൂഫ് ഫെൻസ്. പക്ഷേ അതും വിജയം കണ്ടില്ല. അതിനു മുൻപേ മുയൽപ്പട പടിഞ്ഞാറൻ ഭാഗവും കീഴടക്കി കഴിഞ്ഞിരുന്നു. ഒടുവിൽ അവസാന ശ്രമം എന്ന നിലയിൽ തെക്കേ അമേരിക്കയിൽ വളർത്തുമുയലുകളിൽ വ്യാപകമായി രക്തസ്രാവവും മരണവും പടർത്തിയ മൈക്സോമ വൈറസിനെ കൊണ്ടുവന്ന് ഓസ്ട്രേലിയയിൽ വിഹരിച്ച മുയലുകളെ വരുതിയിലാക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ 1950 ആ വൈറസിനെ തെക്കേ അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് ഇറക്കുമതി ചെയ്തു. ആ ശ്രമം വിജയം കണ്ടു. രോഗം ബാധിച്ച കാട്ടുമുയലുകൾ വ്യാപകമായി ചത്തു തുടങ്ങി. ഏതായാലും 24 മുയലുകൾ ആരംഭിച്ച ആ സംഹാര താണ്ഡവത്തിന് അതോടെ അറുതിയായി. ഇതാണ് മുയലുകളെ ആജന്മ ശത്രുക്കളായി ഓസ്ട്രേലിയക്കാർ പ്രഖ്യാപിക്കുവാനുണ്ടായ കാരണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.